ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ സൗദിയിൽ എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഫ്ലാറ്റ് മൊത്തത്തിൽ പൊടി പിടിച്ച് ആകെ വൃത്തിയുടെ കിടക്കുകയാണ്. ഫ്ലാറ്റ് നമ്മളപ്പം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും കഴിയാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ദമാമിലേക്ക് പോയി. അവിടെ വളരെ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡെന്ന് മാത്രമല്ല നല്ല ആംബിയൻസും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് പോയത്. അപ്പി ഒന്ന് ഉറങ്ങുമായിരുന്നു. അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആള് ഹെറിറ്റേജ് വില്ലേജിലേക്ക് കയറിയത്. ഏറ്റവും വലിയ ഇൻഡോർ റെസ്റ്റോറൻറ്റ് ഈ വില്ലേജിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചെല്ലുമ്പം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തരുന്നുണ്ട്. ഇതിനകത്ത് കയറുന്നതിന് ഒരാൾക്ക് 20 റിയാലാണ് എൻട്രി ഫീസ്. ഈ 20 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം എപ്പോൾ വേണേലും നമുക്കിത് വിസിറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. പണ്ട് കാലത്തെ സ്കൂളിങ്, അതുപോലെ യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ, തോക്ക്, വാള്, അതുപോലെ തന്നെ പടച്ചട്ട, അങ്ങനെ എല്ലാ വസ്തുക്കളും വളരെ നീറ്റായിട്ടും നല്ല ഭംഗിയിലും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നമുക്ക് പഴയ ക്യാമറകളാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ കയറി കാണും കേട്ടോ. ഇത് ഇവിടുത്തെ പരമ്പരാഗത ഓർണമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞി കളിപ്പാട്ടങ്ങളെല്ലാം സൂക്ഷിച്ചേക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അതുപോലെ ഇഷ്ടം പോലെ മമ്മിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിനെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വല്ല കണ്ടമാനം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയോ, സൗദിയിലെ പലയിടങ്ങളിലും പല സംസ്കാരത്തിലുള്ള ജീവിതശൈലിയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ കുറേ മിനിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. ഇത് നോക്ക്, പഴയ കാറുകളാണ്. ഇതൊരു റാന്തലാണ്, വലിയൊരു റാന്തൽ. അതിൻ്റെ വേറൊരു സ്പോട്ടിൽ, ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു സ്പോട്ടിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞി പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി അത് കഴിഞ്ഞ് നെസ്റ്റോയിൽ പോയിട്ട് ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ ഫ്ലാറ്റിൽ. ഇതിൻ്റെ ലോങ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ മറക്കാതെ കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ.